എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 40-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ശുദ്ധമെന്നാലും രക്തസാന്നിധ്യം പളുങ്കിനെ തദ്വർണ്ണമാക്കിയിടുന്ന പോലെയായി മഹാറാണി സത്യഹീനൻ്റെ ഹീനചിത്തങ്ങൾ ഗ്രഹിച്ചപ്പോൾ സത്യമെന്നോർത്തിട്ടവൾ ബുദ്ധിയും കെട്ടിയിടിനാൾ. എത്രയും ബന്ധപ്പെട്ടും മാനസേ ഖേദം പൂണ്ടും മത്തവാരണം പോലെ ചേഷ്ടകൾ കൂട്ടിയിടിനാൾ. എന്നുടെ കുമാരനെ രാജാവായി വാഴിച്ചിടാൻ എന്നെയും തുണയ്ക്കേണേ എന്നവൾ വിലപിച്ചാൾ. മറിമായക്കാരനാം മന്ത്രിയും പറഞ്ഞപ്പോൾ മതിമാൻമുഖിയാളെ കേൾക്കുവൻ മനോഗതം. കാലമെന്നധികമായില്ലാതാക മൂലം കാലക്കേടുകൾ പോവാനുള്ളതാം രഹസ്യങ്ങൾ ചൊല്ലുവനിപ്പോൾ തവഹിതങ്ങൾ സാധിച്ചിടും. നല്ലതേ തോന്നു അല്ലൽ പോയിടും അസംശയം. ചൊല്ലഴും മഹാഭാഗേ നോവുകൾ നടിച്ചിപ്പോൾ അല്ലലായി ഭൂമണ്ഡലേ വീണുടൻ കരകടോ. ചൊല്ലഴും തവകാന്തൻ അല്ലലാത്മനാ വന്ന് വല്ലാതെ ഉഴൽവതും കാണുന്ന നേരം തന്നിൽ. പ്രാണങ്ങൾ പോയിടുന്ന രോദനം ചെയ്തിടടോ. പ്രാണനാഥനും ദീനചിത്തനായിടും അപ്പോൾ. പ്രാണനാഥനും രോഗവാരണം വരുത്തിയിടാൻ പ്രാപ്തരാം വൈദ്യന്മാരെ വേഗേന വരുത്തിയിടും. ഉപദേശങ്ങളേകിയിടും മുന്നം മൂലം വൈദ്യന്മാരുരച്ചിടും. നാൽത്തുടം പുലിപ്പാലിൽ യോഗ്യമാം മരുന്നിപ്പോൾ നൽകിയിടാതിരുന്നിടാൽ യോഗ്യമാവുമേ രാജാ റാണിതൻ പ്രേതം കാൺമാൻ. നേരത്രേ പറഞ്ഞിടാം റാണിക്ക് സൗഖ്യത്തിനായി മേമ്പൊടി ഒന്നേയുള്ളൂ വ്യാഘ്രദുഗ്ധമാണത്രേ ലഭ്യമോ പുലിപ്പാല് ലോകത്തിൽ നരന്മാർക്ക്. അല്ലലായി രാജനുള്ളം വല്ലാതെയായി വരുമപ്പോൾ. പ്രാണനൊപ്പമായി ഉള്ളം സ്നേഹിക്കും ഭവതിയെ പ്രാണനിന്നെ കാൺമാൻ രാജനും നിനപ്പീല. പ്രാണഹാനിക്കാരാനും പോവാതെ വന്നിടുമ്പോൾ കാനനകുമാരനും പോയിടും അന്നേരത്തിൽ. അന്ന് അന്നത്തെ തന്നിടുന്നോൻ നന്ദികൾ ചെയ്തിടണമെന്ന ചിന്തയാൽ പോകും കാനനെ മണികണ്ഠൻ. വന്നിടുകയില്ലായവൻ അന്നമായി തീർക്കും വ്യാഘ്രം. പിന്നെ ഒന്നൊന്നായി സ്വല്ല തീർന്നിടും അസംശയം. വന്നിടും സൗഭാഗ്യങ്ങൾ ദേവിക്കും കുമാരനും എന്ന് ഞാൻ ചൊല്ലിയിടുന്നേൻ ഏഴയാം തവദാസൻ. സുഭഗേ മഹാഭാഗേ അഹിതങ്ങളെ ചൊൽവാൻ അറിയാതുള്ളോനെയും പാലിച്ചു കൊള്ളേണമേ. മന്ത്രിഭാഷിതങ്ങളെ മന്ത്രമായി നിനച്ചോളാം. പന്തളരാജ്ഞി തത്ര നോവുകൾ നടിച്ചുടൻ ദിക്കുകൾ ഞെട്ടും വണ്ണം പൊട്ടിക്കരഞ്ഞിട്ടവൾ പൃഥ്വിയിൽ കിടന്നേറെ അലമുറയിട്ടാൾ. നന്ദനാഭിഷേകത്തിൻ ചിന്തകൾ ചൊല്ലിയിടുവാൻ തൻ പ്രിയ നികടത്തിൽ അൻപിനാൽ മഹാരാജൻ വൻപ്രീതി കലർന്നുടൻ സാമ്പ്രതം വന്നിടുമ്പോൾ തൻ പ്രിയ തന്നെ രാജൻ ദുഃഖാപ്തവ് കണ്ടിടിനാൻ. കാർകൂന്തൽ പറന്നേറ്റം പൊടിയും പുരണ്ടഹോ പോർമുലക്കച്ചതന്മേൽ ചെളിയും നിറഞ്ഞൊരു പ്രാണനാഥതൻ ദീനഭാവങ്ങൾ നോക്കിയിടുവാൻ പ്രാണശക്തിയും പോരാ രാജാവിന്നേരത്തിൽ. ഏറിയ നോവാൽ ഭൂമി മണ്ഡലെ ഉരുണ്ടിടും റാണിതൻ ദീനത്വങ്ങൾ ഉള്ളമങ്ങുരുക്കുന്ന രാജാവ് സജീവനെ വരുത്തി അരുൾ ചെയ്താൻ വേഗേന വരുത്തണം യോഗ്യരാം വൈദ്യന്മാരെ. രാജാവിൻ്റെ ഉള്ളം നന്നായി നടത്തും സജീവനാൽ രാജ്യവൈദ്യന്മാരപ്പോൾ പാരാതെ എത്തിയിടിനാർ. മന്ത്രികാംക്ഷിതമെല്ലാം വൈദ്യരോടുര ചെയ്താൻ മന്ത്രവാദങ്ങൾ ചെയ്തോൻ നിർദ്ദയൻ മഹാഷഠൻ. രാജവൈദ്യന്മാർ ധനമോഹത്താൽ മന്ത്രീഹിതം ഗൂഢമായി ചിന്തിച്ചിട്ടങ്ങുരച്ചാൻ നരേശനോട്. രോഗവാരണത്തിനായി സാരമാം മരുന്നുകൾ വേഗമായി നൽകിയിടിലും ആയിടാ സാരാംശമായി. മേമ്പൊടിയായിടേണം നാൽത്തുടം പുലിപ്പാല് തേൻമൊഴിക്കുടൻ സൗഖ്യമാർ നിഹമേ വീടുവാൻ. രോഗശക്തിയാൽ ദേവി ചാവാനായി തുടങ്ങുന്ന ഹേതുക്കൾ തടുപ്പാനായി വ്യാഘ്രദുഗ്ധമന്യേ. വേറൊരു മരുന്നിനും സ്ഥാനമില്ലപ്പോൾ രാജ ഏറെ നാൾ ചെന്നിടാതെ പെറ്റൊരു വ്യാഘ്രത്തിൻ്റെ പാല് നാഴിയെ ഭവാൻ വരുത്തൂ മഹാരാജൻ. ഫിഷഗ്രോക്തികൾ കേട്ട് സ്തബ്ധനാം രാജൻ മുന്നിൽ ഫിഷഗ്വരോത്തമാ സൂനു ഉണ്ണിയാം മണികണ്ഠൻ വേഗേന നമസ്കരിച്ചോതിനാൻ മമതാതൻ ധന്യനല്ലയോ എന്നും നന്മയിൽ കഴിഞ്ഞാലും. അമ്മതൻ രക്ഷയ്ക്കായിട്ടിന്നിഹ പുലിപ്പാല് കൊണ്ടുവന്നിടും ഞാനും ആജ്ഞ നൽകുവെൻ്റച്ഛ. ഏവമങ്ങോതി ബാലൻ പോകുവാൻ മുതിർന്നപ്പോൾ ബാലനെ തടഞ്ഞരുൾ ചെയ്താനാ മഹീപതി. വല്ലാതെയായി എന്നാകിലും മൽപ്രാണസമനാകും കല്യനാം മണികണ്ഠ പോയിടാ കാന്താരത്തിൽ. പാൽ കറന്നിടാൻ പറ്റ വ്യാഘ്രിയെ മുന്നിൽ കണ്ടാൽ പോവത് നീയുമെനിക്ക് എന്നുമേ ശിവശിവ.
നിൻ പാദദാസ്യം ചെയ്തു സന്തതം മരുവീടും പാണ്ഡ്യനോടെന്തേ ദേവ കോപമാർന്നിടാനിന്ന് ഇമ്മഹാഭാവിക്കെന്നും രക്ഷകനാകും ദേവ ആതങ്കങ്ങൾ സന്തതം നീക്കിയിടണേ. ഇങ്ങനെ കരഞ്ഞേറ്റം വിക്ലവം പൂണ്ടിടുന്ന സന്മതിയോടായവൾ വിഷ്ണവേശ്വരൻ ചെന്നാൻ സന്മതേ തപഹിതം ചെയ്യേണ്ട പുത്രൻ ഞാനും എന്നുടെ പിതാവിൻ്റെ ഖിന്നത മാറ്റിയിടാഞ്ഞാൽ എന്നുമേ ഉലകത്തിൽ കൃതജ്ഞനായിടും ഞാനും. ഇന്ന് ഞാൻ വരുത്തിയിടാം വ്യാഘ്രത്തിൻ്റെ നറുമ്പാല് തിന്നുന്ന ചോറ്റിന് കൂർച്ചെയ്തിടാതിരുന്നിടും നിന്ദിനായി എന്നെ ചൊന്നാൻ നല്ലതോ മഹാമതേ. ധന്യനാം മണികണ്ഠൻ ഇങ്ങനെ ചൊല്ലും നേരം വൻമഹാപാപങ്ങളിലാണ്ടുപോമെന്ന ചിന്ത സന്മതി മനംതോറും മഥനം ചെയ്യുകയാൽ രാജൻ കൺമണികുമാരനെ പുണർന്ന് വിലപിച്ചാൻ. ദീനനായി കരഞ്ഞിടും അച്ഛൻ്റെ മുഖം നോക്കി ദീനവത്സരൻ മണികണ്ഠന് മോദിയിടിനാൻ. എന്തുപോൽ താതാ ഭവാനി വിധം വിലാപങ്ങൾ ചിന്തയെന്നെ ചെയ്യുവാൻ എന്തൊരു ഹേതുക്കളും. ഹന്ത ഞാനിവിടത്തിൽ മരുവുന്നതോ തവ ചിന്തകൾ നീക്കിയിടുവാനാണെന്ന് ധരിച്ചാലും ബന്ധുവായി എന്നെ ഓർത്ത് സന്തോഷം കൊണ്ടാലുമേ ബന്ധമൊന്നുമേ കൂടാതെ എന്തിനായി കരയുന്നു. മാനവേശ്വര ഭവാൻ കേഴാതിരുന്നാലും മാനമോടെനിക്കിപ്പോൾ ആജ്ഞകളേകണമേ. കാടകം പൂക്കിയിട്ടുടൻ വ്യാഘ്രിയെ പിടികൂടി വാട്ടമില്ലാതിന്നേറെ പാല് ഞാൻ കൊണ്ടുവന്നിടാം. ഇഷ്ടം പോൽ മരുന്നുകൾ മാതാവിനേകുന്നേരം നഷ്ടമായിടുന്നോവും മാതാവും സുഖിച്ചിടും. അന്നത്തെ തരുന്നോർക്ക് നന്ദിയായി വസിക്കാത്തോൻ വന്നിടും ജളനെന്നുള്ളോരാഖ്യാലോകത്തിങ്കൽ. തന്നിടൂ അനുവാദം ഒന്നുമേ നിനയാതെ വന്നിടും മഹാഭാഗ്യം ലോകർക്കെന്നറിഞ്ഞാലും. വീരബാലകൻ മണികണ്ഠൻ ഭൂപാലനോട് ഈ വിധം ചൊല്ലി താതപാദങ്ങൾ തൊഴുന്നേരം ധീരനാം മഹീപാലൻ ധീരത്വമെല്ലാം പോയിട്ട് ആകുലപ്പെട്ടുമേറ്റം ഭീരുവായി ചമഞ്ഞുടൻ രോദനത്തോടെ പ്രിയപുത്രനെ ആശ്ലേഷിച്ചും ധീരനാം മഹീപാലൻ ഖിന്നനായി ചൊല്ലിയിടിനാൻ. പാപിയായി പതിച്ചോനാം എന്നെ നീ കാരാഗ്രഹേ പാരാതെ അടച്ചുടൻ പാലുകൾ പാലിക്കേണേ. എന്നുടെ സുതൻ രാജാവാകുന്ന മുഹൂർത്തങ്ങൾ കൺകളിൽ കാൺമാൻ കൊതി പൂണ്ടരീ പാപിക്കിപ്പോൾ. എൻ പ്രിയകുമാരകൻ കാനനെ പോകുന്നതും എൻ പ്രിയതാരൻ നൊന്തുചാവതും കാൺമാനിപ്പോൾ. സംഗതി വന്നിടുന്നതോർത്തിയിടിൽ മഹാഭാവം ഒന്നിലാണെന്ന് ഞാൻ മാനസം പേറിയിടുന്നേൻ. വന്ധ്യനാം മകനെ നീ മാപ്പനിക്കേകീടേണേ. ഈ നിന്ദ്യനെ കാരാഗ്രഹം തന്നിലങ്ങടച്ചിപ്പോൾ ഖിന്നതന്യേ രാജ്യപാലനം ചെയ്യണമേ. മന്നിനെ സദാകാലം പാലിച്ചു കൊള്ളണമേ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.